നാല് ഭാഗവും ആളിക്കത്താൻ തുടങ്ങി. നടുവിൽ ഞാൻ അകപ്പെട്ടു. ചുറ്റിലും നോക്കി എങ്ങാനും പാനടിക്കാൻ എനിക്കൊരു ദിക്കും ദേശവും ഉണ്ടോന്നല്ലേ. എല്ലാം കത്തി അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെ അരികിലേക്ക് വരുമ്പോൾ കണ്ടു ദൂരെ ഒരു കരുനെല്ലി മരമല്ലേ. അഴകിയതോ ഒരു കരുനെല്ലി മരം, അങ്ങനെ വിശേഷിക്കണം. അഴകിയതോ ഒരു കരുനെല്ലി മരത്തിന്റെ മുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഞാൻ അഭയം പ്രാപിച്ചു അല്ലേ. അന്ന് എല്ലാ ജീവജാലങ്ങളും കത്തിയമർന്നു. അവശേഷിക്കപ്പെട്ട രണ്ട് നാഗത്താന്മാരല്ലേ, കാളിയനെന്നും കരിവേലിയെന്നും രണ്ടേ രണ്ട് സർപ്പത്താന്മാര്. ഇതിന്റെ ഘാതകനല്ലേ. ഞാനാണെന്ന് കരുതി അവരെന്റെ ഇടത്തെ മാർവിലും വലത്തെ മാർവിലും കെട്ടിക്കൊത്തി വിഷം ചെരിഞ്ഞു. ഞങ്ങൾ മൂവരും അഗ്നിയിൽ വീണു. അഗ്നിപ്രപഞ്ചമായ യോഗം വന്നുപോലെ ഓയ്